ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. സോ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. US ഇറാൻ കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വാർ നിർത്തി എന്ന് പറയുന്നു. ആൻഡ് കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് അത് കടലിടുക്ക് ക്ലോസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. സോ അതിലൊരു ക്ലാരിറ്റി ഇതുവരെ നിലവിലില്ല. ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ നമ്മളപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഡോ ജോൺസ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് നോക്കി നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് 382 പോയിന്റ്സ്. ബട്ട് ക്ലോസിങ് പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി ഇപ്പോൾ പോസിറ്റീവ്ലി ആണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ നമുക്ക് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സും നോക്കുമ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 60 പോയിന്റ്സ് അപ്സൈഡ് ആണ്. ആൻഡ് എല്ലാം പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റ്സ്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 60 പോയിന്റ്സ് അപ്സൈഡ് ആണ്. സോ മേ ബി 20-30 അല്ലെങ്കിൽ 40 പോയിന്റ്സ് വരെയൊക്കെയുള്ള ഒരു അപ്സൈഡ് നമുക്ക് ഈ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നിഫ്റ്റി നോക്കുവാണെങ്കിൽ 24,366 ക്ലോസിങ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇൻട്രാഡേ ലെവൽസ് മാർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഇങ്ങനെയാണ് റേഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റിന് ഒരു 24,000 to 24 ഈ ഒരു റേഞ്ച് 24,100 എന്ന റേഞ്ചിൽ മേ ബി സപ്പോർട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 23,855 എന്നുള്ള ഏരിയയിൽ ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്നാൽ മാർക്കറ്റിനെ ഇവിടെ ഹോൾഡ് ചെയ്യാമെന്നായിരിക്കും ഞാൻ ആദ്യം മാർക്ക് ചെയ്തിടുക. അപ്പോൾ 23,800 ആൻഡ് 24,100 ഈ രണ്ട് മേഖലകൾ അത്യാവശ്യം സപ്പോർട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള സോണാണ്. ആൻഡ് അവിടെ നിന്നും മാർക്കറ്റ് ക്രാഷ് ചെയ്യുവാണെങ്കിൽ താഴത്തെ ലോവർ ലെവൽസ് നമുക്ക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ ടെലിഗ്രാം ചാനൽ എല്ലാവർക്കും അറിയാമായിരിക്കും. പുതിയ ചാനലാണ്, ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസും ഞാൻ എടുക്കുന്ന സ്റ്റോക്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വേറെ എന്തെങ്കിലും എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ന്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് റിസൾട്ടുകൾ എന്ന് വരുന്നുണ്ട്. ഏതാണ് ഗ്രോ എന്ന നമ്മുടെ ഗ്രോയുടെ റിസൾട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, PNB ഹൗസിംഗ് ഫിനാൻസ്, SML മഹീന്ദ്ര, നെൽകോ, PNB ക്ലിപ്സ്, ഉഗ്രോ ക്യാപിറ്റൽ, ഇൻഡോ സോളാർ, ഇന്ത്യ ബാങ്ക്, മെർച്ചന്റ് ബാങ്കിങ് സർവീസ്, ജൂപ്പിറ്റർ ഇൻഫോമീഡിയ, നവക കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. സോ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. HDFC ബാങ്കിൻ്റെ ICICI ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടലി അത്യാവശ്യം നല്ലൊരു റിസൾട്ട് ആയിരുന്നു. HDFC ബാങ്കിനാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. 17,616 കോടിയിൽ നിന്നും 19,121 കോടിയിലേക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഗ്രോസ് NPA ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നെറ്റ് NPA ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. HDFC ബാങ്ക് 13 രൂപയാണ് ഒരു ഷെയറിന് കിട്ടുന്നത്. സോ അതും മൈൻഡ് ചെയ്യുക. ഓക്കെ, ICICI ബാങ്കിൻ്റെ ആണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഗ്രോസ് NPA ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ആൻഡ് എസ്പെഷ്യലി നമുക്ക് വേറെ ന്യൂസ് ഉള്ളത് യെസ് ബാങ്കിൻ്റെയാണ്. അറിയായിരിക്കും, ഒരുപാട് പേര് എക്സൈറ്റഡ് ആയിരിക്കും. പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും സോർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ട് യെസ് ബാങ്കിന് വന്നിട്ടുണ്ട് ക്വാർട്ടർലി Q4. സോ അത്യാവശ്യം നമുക്ക് നോക്കാം. യെസ് ബാങ്കിൻ്റെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് റൈസ് സ്ലൈറ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. റവന്യൂ ബട്ട് സർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസ്റ്റെക് പ്രോഫിറ്റും റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ഹാത്വേ കേബിൾസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട് ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നെറ്റ്വർക്ക് 18 മീഡിയയിലാണെങ്കിൽ Q4 കൺസോളിഡേറ്റഡ് ഇയർ ഗ്രോത്ത് നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ EMS എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറയുന്നത് ലോവസ്റ്റ് ബിഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. UP ജൽ നിഗം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 143 കോടിയോളം വരുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ US FDAയുടെ പല രീതിയിൽ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. ലൂപ്പിനിലും ന്യൂജേഴ്സിയിലെ USA അവിടുത്തെ പ്ലാന്റിൽ. പിന്നെ നടക്കുന്നത് ഗോവയിലും US FDAയുടെ ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ന്യൂസുകളുണ്ട്. പിന്നെ ലെമൺ ട്രീ ഹോട്ടൽസ് ലൈസൻസ് അഗ്രിമെൻറ്റ് ഗുജറാത്തിൽ നടത്തിയിട്ടുണ്ട്. 19 റൂം പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവിടെയുള്ള ഒരു ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി യെസ് ബാങ്കിൻ്റെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് യെസ് ബാങ്ക്, ഞാൻ യെസ് ബാങ്ക് ട്രേഡ് ചെയ്യാറില്ല, എന്നാലും നമുക്കൊന്ന് ചാർട്ട് ഒന്ന് പരിശോധിക്കാം യെസ് ബാങ്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, കുറച്ചധികം ദിവസമായിട്ട് അറിയാം. വർഷങ്ങൾക്ക് മുന്നേ എന്തോരം ആളുകൾ ഹോൾഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് യെസ് ബാങ്ക് എന്ന് നമുക്കറിയാം. ആൻഡ് അവിടെ നിന്നുണ്ടായ ഡ്രോപ്പും നമുക്കെല്ലാം അറിയാവുന്നതാണ് അല്ലേ. അപ്പം യെസ് ബാങ്കിൻ്റെ വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡ്രോപ്പിന് ശേഷം മാർക്കറ്റ് ഒരു ബേസ് ഏരിയയിൽ നിൽക്കുകയാണ്. ഒരു ഡിമാൻഡ് സോണാണ് യെസ് ബാങ്കിൻ്റെ 16 രൂപ എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 20 രൂപയിലാണ്. 1 ഡേ ചാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല പ്രോഫിറ്റിലൊക്കെ ആയ സ്ഥിതിക്ക് അപ്പോൾ ഇനി വീണ്ടും പഴയ പോലെയൊക്കെ ആളുകൾ വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് റെസിസ്റ്റൻസ് 24 rupees ആണ് വരുന്നത്. ബട്ട് അതിന് മുന്നേ ഈ ഒരു ഏരിയയിലൊക്കെ ഇത്തിരി
ഒരു 20 റുപ്പീസിന് എബോവ് ആയിരിക്കും മിക്കവാറും മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുക. സോ നമുക്ക് യെസ് ബാങ്കിൻ്റെത് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. നമുക്ക് എന്തായാലും ടെക്നിക്കൽ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം വരുന്ന ദിവസങ്ങളിലെല്ലാം. ഓക്കെ, സോ കൂടുതൽ സ്റ്റോക്സ് ഞാൻ എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ വീക്ക്ലി വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും. ഒരുപാട് നമ്മുടെ സ്റ്റോക്സ് എല്ലാം കുറേയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് BHEL എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. 316 രൂപയാണ്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട് മീഡിയം ടേം. അപ്പോൾ നല്ല മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ബാക്കി സ്റ്റോക്സ് ഒക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ എനിക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഇൻട്രസ്റ്റിംഗ്ലി തോന്നിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.